ഇന്ത്യയിലെ മൊണോപ്പൊളി ഇൻഡസ്ട്രിയാണ് റെയിൽവേ. റെയിൽവേ കൊണ്ട് നിരവധി ആളുകൾക്കാണ് ഉപയോഗവും ഉപദ്രവവും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ 90% ആളുകൾക്കും നിരവധി യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി റെയിൽവേ ഉപയോഗപ്രദം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. എന്നാൽ പോലും കൃത്യമായ ഫെസിലിറ്റീസുകൾ ഇനിയും ട്രെയിൻ യാത്രക്കാർക്ക് സജ്ജമാക്കണം. കാരണം നിരവധി ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളും റെയിൽവേ യാത്രകൾ കൊണ്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ വളരെ അധികമാണ്. വേണാട് എക്സ്പ്രസിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ വളരെയധികം ചർച്ചകൾ ചെയ്ത വിഷയം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി മാറ്റങ്ങൾ കേരളത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമല്ല, ട്രെയിനുകൾക്കും വളരെ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നിരവധി ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനുകൾക്കും ട്രെയിനുകൾക്കും നിരവധി മാറ്റങ്ങൾക്കായി MP ഫ്രാൻസിസ് ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. കുമാരനെല്ലൂരും ഏറ്റുമാനൂരും അങ്ങനെ നിരവധിയായ കോട്ടയത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതുവഴി ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ്. അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ റെയിൽവേ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ പോവുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ചിലത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കുമാരനെല്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യത്തെ മാറ്റം. കുമാരനെല്ലൂരിൽ പാളം കടക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം വേണം. രണ്ടാമത്തതുള്ളത് 2ാം പ്ലാറ്റ്ഫോം നിർമ്മാണം. ഇതിന് നടപടിയാണെന്നും MP അറിയിച്ചു. അതായത് കുമാരനെല്ലൂരിൽ ഇപ്പോൾ ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അതുമാത്രമല്ല, ആ പ്ലാറ്റ്ഫോം മറിച്ച് കടക്കുമ്പോൾ നിരവധി അപകടങ്ങൾ ഉണ്ടാകാനും ആളുകളുടെ ജീവന് തന്നെ അത് ഭീഷണിയാകാനും സാധ്യതകളുണ്ട്. അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ 2ാം നമ്പർ പ്ലാറ്റ്ഫോം ഉപയോഗപ്രദമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ഒരു മാറ്റമാണ് ചിങ്ങവനം റെയിൽവേ സ്റ്റേഷനിലുള്ളത്. കൂടുതൽ എക്സ്പ്രസ് മെമു ട്രെയിനുകൾക്കൊപ്പം സ്റ്റോപ്പ് ഉണ്ടാകും. 4ാം പ്ലാറ്റ്ഫോമിന്റെ നിർമ്മാണം നടത്തും. ചിങ്ങവനം റോഡിൽ നിന്നുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കവാടത്തിൽ ബോർഡ് വെക്കും. സ്റ്റേഷൻ പരിസരം മനോഹരമാക്കും. ഇരട്ടപ്പാതയ്ക്കായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ ബാക്കി വന്ന ഉപയോഗശൂന്യമായ വളരെ കുറച്ച് സ്ഥലം റെയിൽവേ ഏറ്റെടുക്കുകയും ചെയ്യും. ചിങ്ങവനം സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതോടൊപ്പം യാത്രക്കാർക്ക് കൂടുതൽ എക്സ്പ്രസ് ട്രെയിനുകൾ വരുമ്പോൾ ദൂരെ ജോലി ചെയ്യുന്ന യാത്രക്കാർക്ക് അതൊരു വലിയ പ്രയോജനം തന്നെയാണ്. കാരണം മെമു പോലുള്ള ട്രെയിനുകളിൽ വളരെ അധികം യാത്രക്കാർ തിങ്ങി നിറഞ്ഞാണ് വരുന്നത്. അതും എറണാകുളം വരെ മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് നിന്നും അവർ അടുത്ത ട്രെയിൻ മാറിക്കയറണം. അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ എക്സ്പ്രസ് ട്രെയിനുകളെ കൊണ്ട് സാധിക്കും. അടുത്തത് കാഞ്ഞിരമറ്റം സ്റ്റേഷനെ പറ്റിയാണ്. കാഞ്ഞിരമറ്റം സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഉയരം കൂട്ടാനുള്ള നടപടി ഉടൻ ആരംഭിക്കും. കാരണം ഇപ്പോഴുള്ള പ്ലാറ്റ്ഫോമുകൾ കാരണം നിരവധി അപകടങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഉയരം കൂട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. മറ്റൊന്നാണ് സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ ഉടനടി പരിഹരിക്കും. കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ കണ്ടവർക്കറിയാം, വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. കൃത്യമായ ഫെസിലിറ്റീസ് ഒന്നും തന്നെ അവിടെ ഇല്ല. അതിനൊക്കെ ഒരു നടപടി സ്വീകരിക്കുകയും കൃത്യമായ ഒരു നല്ല റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞിരമറ്റത്ത് ഇപ്പോൾ അത്യാവശ്യമാണ്. നിരവധി യാത്രക്കാരാണ് കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതും കയറുന്നതും. മെമു ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ അറിയുകയും ചെയ്യാം. കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷനോടൊപ്പം തന്നെ പറയേണ്ട ഒന്ന് തന്നെയാണ് മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനും. മുളന്തുരുത്തി സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോം ഉയരം കൂട്ടും. യാത്രക്കാർക്ക് സ്റ്റേഷനിൽ വിശ്രമ സ്ഥലം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ നടപടിയെടുക്കും. റെയിൽവേയിൽ സ്ഥലം പ്രയോജനപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള കുറച്ച് നടപടികൾ സ്വീകരിച്ച് കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ പല വിഭാഗങ്ങളും നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ ആളുകൾക്ക് ഉപയോഗപ്രദമായ എന്തെങ്കിലുമൊക്കെ റെയിൽവേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തതാണ് യാത്രക്കാരുടെ ദുരിതയാത്ര. കാരണം വേണാട് എക്സ്പ്രസും കൊല്ലം മെമുവിലൊക്കെ നിരവധി ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് തളർന്നു വീഴുകയും ആരോഗ്യനില പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു നടപടി സ്വീകരിക്കാനും യാത്രക്കാർക്ക് യാത്ര എളുപ്പമാക്കാനും ഇത്തരത്തിലുള്ള നടപടികൾ സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.